ആദർശ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമാണ്, ഒരു കറുത്ത ദിനമായി തന്നെ ഇതിനെ കണക്കാക്കണം. കാരണം നമ്മുടെ ഭാരത മാതാവിന് മുറിവേറ്റ ദിനം കൂടിയാണ്. എങ്ങനെയാണ് ഈ ദിവസത്തെ ഭാരതീയർ ഓർത്തെടുക്കേണ്ടത്? ഒപ്പം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയരോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്? അശ്വതി, സുരേഷ്, നമുക്കറിയാം, നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഇന്ന് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിന് ചില അന്താരാഷ്ട്ര പ്രാധാന്യവും കൈവരുന്നത്. ബലൂചിസ്ഥാനിൽ നിന്നുള്ള ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവരൊക്കെ തന്നെ നിങ്ങൾ ഉപയോഗിച്ച അതേ വാക്കുകളാണ് ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. കറുത്ത ദിനം എന്നാണ് ഈ ബലൂചിസ്ഥാനിൽ അവർ പാക് ഭരണകൂടത്തിനെതിരെ പോരാടുന്നവരാണ്. അപ്പോൾ അത്രമാത്രമാണ് ഈ വിഭജനം ഒരു സമൂഹത്തെ ഒന്നാകെ വേദനിപ്പിച്ചത്. അത് കേവലം ഭാരതവും പാകിസ്ഥാനും എന്നത് മാത്രമല്ല, രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില സമൂഹം, അവിടുത്തെ ജനവിഭാഗങ്ങൾ, അവരൊക്കെ തന്നെ ഈ ആഗസ്റ്റ് 14 കരുദിനമാക്കുന്നത് അത് ഭാരതവും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ അവരനുഭവിച്ച ദുരിതത്തിൻ്റെ കൂടി പേരിലാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് എത്തിയ അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് പോലും നമ്മൾ ഒരുപാട് കാലമെടുത്തു. അതിനെല്ലാം ശേഷം പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോഴാണ് ഇങ്ങനെ ഒരു ദിനാചരണം പോലും നടത്തുക എന്ന തരത്തിലേക്ക് രാജ്യം ചിന്തിക്കുന്നതും അത്തരം തീരുമാനങ്ങളിലേക്ക് മാറുന്നതും. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തേക്കാൾ ഉപരി ഇവിടുത്തെ മനുഷ്യർക്ക് ചില മുറിവുകളേറ്റിരുന്നു. അത് പലപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ ഏറ്റ ആ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ദിനാചരണം ഏറെ സവിശേഷമാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഓരോ ആഗസ്റ്റ് 14 രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെ സന്ദേശമായി മാറുന്നതും ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. കാരണം വിഭജിക്കപ്പെട്ടു പോയ ഒരു രാജ്യം, ആ രാജ്യം എന്ന് പറയുന്നത് ഇനി വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ അത് അഖണ്ഡ ഭാരതമായി മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. കാരണം ഈ വിഭജനത്തിലേറ്റ മുറിവ്, ആ മുറിവ് ഉണങ്ങി നമ്മൾ വീണ്ടും ഒന്നായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അഖണ്ഡ ഭാരതം എന്ന ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശവും അവർ നൽകുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഭജനത്തിൽ മുറിവേറ്റവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഓരോ ആഗസ്റ്റ് 14 നൽകുന്ന സന്ദേശത്തിലൂടെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: അയൽപക്കത്തുള്ളവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും. കാരണം ഈ വിഭജനത്തിന് പോലും എന്താണ് അടിസ്ഥാന കാരണം എന്ന് പരിശോധിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ചിന്തകൾ, ഇതിനുമൊക്കെ അപ്പുറം മതപരമായ ചില ചിന്തകൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വിഭജന ദിനം ഏറെ പ്രസക്തമാകുന്നതും ഇനി അത്തരത്തിലുള്ള വിഭജനങ്ങളൊന്നും തന്നെ അനുവദിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനും കാരണം. അശ്വതി, സുരേഷ്. ശരി, യെസ്, അത് തന്നെയാണ്. ഇനിയൊരു വിഭജനം അനുവദിക്കില്ല, ഒരു വിഭജനം ഉണ്ടാകുകയുമില്ല. കാരണം അത്രത്തോളം സുശക്തമായ ഒരു ഭരണകൂടമാണ് നമുക്ക് മുന്നിലുള്ളത്, നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഈ വിഭജനത്തിൻ്റെ ആ ഒരു നടക്കുന്ന ഓർമ്മകൾ, ഭീതിജനകമായ ഓർമ്മകൾ നമ്മുടെ പുതിയ സമൂഹം അറിയണം, അല്ലേ? അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. ഏത് തരത്തിലാണ് നമ്മളുടെ കൂടെ നിന്നവർ പോലും നമ്മളെ ചതിച്ചത്, നമ്മുടെ ഭാവിയെ പോലും അത് ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇന്നത്തെ ഭരണകൂടം എത്രത്തോളം സുശക്തമായിട്ടാണ് ആ ഓർമ്മകളെ ദൂരേക്ക് മാറ്റുകയും പുതിയ ശക്തി നേടി നമ്മളെ പുതിയ വെളിച്ചത്തിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും പുതിയ സമൂഹം, പുതുതലമുറ തിരിച്ചറിയണം.